നമസ്കാരം. കേരളത്തിൻ്റെ കുംഭമേള എന്ന തിരുനാവായ മഹാമാഘ മഹോത്സവത്തിന് ആ മഹോത്സവവുമായി ബന്ധപ്പെട്ട് പെട്ടെന്നുണ്ടായ ചില സംഭവവികാസങ്ങൾ, ആ സംഭവവികാസങ്ങളിൽ നമ്മളൊരു പ്രതികരണം പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ പത്രസമ്മേളനം അടിയന്തരമായി വിളിച്ചു ചേർത്തത്. അതിൽ പെട്ടെന്ന് എല്ലാവരും ഉള്ള ഒരു സ്ഥലം എന്നുള്ളത് കൊണ്ടാണ് തൃശ്ശൂർ എന്നുള്ള ഇവിടെ ശങ്കര പരമ്പരയുടെ, കേരളത്തിലെ ശങ്കര പരമ്പരയുടെ ഒരു ആസ്ഥാനം കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പത്രസമ്മേളനം നടത്താം എന്ന് നിശ്ചയിച്ചത്. അപ്രതീക്ഷിതമായിട്ട് അവിടെ മാഘമഹോത്സവത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ യജ്ഞശാലയും അവിടേക്ക് ആളുകൾക്ക് സുഗമമായിട്ട് അവിടെ വരുന്ന തിരക്ക് നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന താൽക്കാലിക സംവിധാനങ്ങൾ അപ്രതീക്ഷിതമായിട്ട് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസും എത്തി തടയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2016 തൊട്ട് അവിടെ ഈ പഴയകാലത്ത് മുടങ്ങിപ്പോയ 250 കൊല്ലം മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ നിർത്തലാക്കിയ മാഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൂജകളും അതിൻ്റെ നിളാസ്നാനവും ആരതിയും ഒക്കെ 2016 തൊട്ട് അവിടെ നടന്നു വരുന്നതിൻ്റെ ഒരു വിപുലീകരണം, അത് ഈ വർഷം മഹാകുംഭമേളയെ തുടർന്ന് കേരളത്തിൻ്റെ കുംഭമേള എന്നുള്ള അപൂർവമായിട്ടുള്ള പ്രൗഢിയിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സംഘാടകർ എന്നുള്ള നിലയിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നവംബർ ആദ്യം തന്നെ ജില്ലാ കളക്ടർക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുമായിട്ട് സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥന നമ്മൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്കും DGP അടക്കമുള്ള പോലീസ് അധികാരികൾക്ക് ഒക്കെ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനകൾ നമ്മൾ നൽകിയിരുന്നു. സർക്കാർ തലത്തിലാണെങ്കിൽ ദേവസ്വം മന്ത്രിയെ വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഇതിൻ്റെ രക്ഷാധികാരിയാവാൻ ക്ഷണിക്കുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും അങ്ങനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ദേവസ്വം മന്ത്രിയും ഒക്കെ ഇതിൻ്റെ ചടങ്ങിൻ്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു സംഘാടനം എന്നുള്ള നിലയിലല്ല എങ്കിൽ പോലും രക്ഷാധികാരിയായിട്ട് എന്നുള്ള നിലയിൽ ഇരിക്കാൻ സമ്മതിക്കുകയും അങ്ങനെ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടും അവരെയൊക്കെ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ടുമാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോരുന്നത്. സ്വാഭാവികമായിട്ടും നവംബർ ആദ്യം എന്നുള്ള നിലയിൽ കളക്ടർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ തിരക്കുകളിലാണ്. അപ്പം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യൂ, ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു മറുപടിയാണ് അവിടെ നിന്നുണ്ടായത്. എന്നാൽ യാതൊരു തരത്തിലുള്ള നടപടികളും നമ്മൾ അതിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ സംവിധാനം, സംസ്ഥാന സർക്കാർ തലത്തിൽ നിന്നാണെങ്കിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു മറുപടികൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ കളക്ടറും SP-യും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്യാം എന്നുള്ള മറുപടികളാണ് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ യജ്ഞശാല, അതുപോലെ അവിടേക്ക് പോകാനുള്ള താൽക്കാലികമായിട്ടുള്ള, അത് അവിടെയാണെങ്കിൽ സർവോദയമേള ഫെബ്രുവരി മാസം നടക്കുന്ന കേളപ്പജിയുടെ ഒരു സമാധിസ്ഥാനം കൂടിയാണ്. അവിടെ നടന്നു വരുന്ന സർവോദയമേളയ്ക്ക് എല്ലാ വർഷവും നിർമ്മിക്കാറുള്ള പാലം ഇത്തിരി കൂടുതൽ മുൻകൂട്ടി നിർമ്മിക്കുകയാണ് നമ്മൾ ചെയ്തത്, മണപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അത്തരം പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു അടിയന്തര നടപടിയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ അവിടെ ആ മണപ്പുറം ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം രാജരാജേശ്വരിയുടെ അധിഷ്ഠാനം കൂടിയാണ്. ഈ ത്രിമൂർത്തി സംഗമം എന്നുള്ള രീതിയിലുള്ള ആ ത്രികോണമധ്യേ രാജരാജേശ്വരി സ്ഥിതി ചെയ്യുന്ന ദിവ്യമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ആ മണപ്പുറം. അവിടെയുള്ള ഹിന്ദു സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം അപ്പം അവിടെ ഒരു യജ്ഞഭൂമി എന്നുള്ള രീതിയിൽ വരുന്നതിനെ തടയുകയാണ്. അത് വലിയൊരു തിരക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ മാനേജ് ചെയ്യാനും ആ ഒരു സ്ഥലത്തെ കൂടി ഉപയോഗപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘട്ടത്തിൽ അത് പോലീസും ഒക്കെ തന്നെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നിരുന്നത് അത്തരത്തിലുള്ള രീതിയിൽ സംവിധാനം ചെയ്യണം. അപ്പോൾ നദിയുടെ ഇരുഭാഗങ്ങളിൽ നിന്നും അങ്ങോട്ടുള്ള പ്രവേശനവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സുഖകരമാകും എന്നുള്ള രീതിയിലാണ്. അപ്പം അതിനെയാണ് ഇങ്ങനെ ഒരു തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. അപ്പോൾ ആ തടസ്സപ്പെടുത്തുന്നതിൻ്റെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ സംഘാടന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന ആചാര്യ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്, അത് മാഘം ഭംഗിയായി നടത്തും എന്നുള്ളതാണ്. ജനുവരി 19-നാണ് അതിൻ്റെ ധർമ്മധ്വജ ആരോഹണം.
16-ന് തൊട്ട് അതിൻ്റെ പ്രായശ്ചിത്ത കർമ്മങ്ങൾ എന്നുള്ള നിലയിലുള്ള ബലി കർമാദികൾ അവിടെ പ്രത്യേകമായിട്ട് ഇതിൻ്റെ ബലി കർമാദികൾ അവിടെ പിതൃയാനം എന്നുള്ള നിലയിൽ തുടങ്ങും. അത് 16, 17, 18 തീയതികളിൽ. 18-ന് മൗനി അമാവാസിയാണ്. ആ മൗനി അമാവാസിയിൽ പ്രായശ്ചിത്ത കർമ്മങ്ങൾ പൂർത്തീകരിച്ച് 19-ന് രാവിലെ 11 മണിക്കാണ് കേരള ഗവർണർ വിശ്വനാഥ് ആർലേക്കർജിയാണ് അതിന് ധർമ്മധ്വജാരോഹണം നിർവഹിക്കുന്നത് രാവിലെ 11 മണിക്ക്. അന്ന് തൊട്ട് വേദഘോഷത്തോടു കൂടിയുള്ള സ്നാനവും വൈകിട്ട് നിള ആരതിയും അടക്കമുള്ള ചടങ്ങുകൾ അവിടെ നടക്കും. ഫെബ്രുവരി 3 വരെ, മകം നക്ഷത്രം വരെ. മാഘമാസത്തെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രം മകൻ നക്ഷത്രമാണ്. മകൻ നക്ഷത്രം വരെ. തടയാനുള്ള കാരണങ്ങളൊന്നും ഇപ്പൊ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവരവിടെ പോലീസിനെ കൂട്ടി അവിടെ പണി നടക്കുന്ന ആളുകളുടെ അടുത്ത് വന്നിട്ട് ഇതിന് പെർമിഷൻ തരാൻ പറ്റില്ല, നിർത്തിവെക്കണം എന്ന് പറയുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നമുക്കത് തരുമായിരിക്കാം, എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവർ പറയുമായിരിക്കും. അപ്പം അവിടെ തന്നെ ഇതിന് തൊട്ട് മുമ്പ് ഈ മണപ്പുറത്തിന് തൊട്ട് മുമ്പാണ് ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ സമ്മേളനം അവിടെ നടക്കുന്നത്. അറിയുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടാവാം. അതുപോലെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഭംഗിയായി നടന്നു പോകുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇതിനെതിരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമീപനമാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കൈക്കൊണ്ടിരിക്കുന്നത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിലപാടാണോ അതോ സർക്കാരിനെ പോലും അവഗണിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലെടുത്തിരിക്കുന്ന നിലപാടാണോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ഭാരതം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തരത്തിലുള്ള ആധ്യാത്മിക സംഗമങ്ങൾ, ആ ആധ്യാത്മിക സംഗമത്തിൻ്റെ വലിയൊരു പശ്ചാത്തലം പൂർവികമായിട്ട് ഭാരതത്തിനുള്ളത് ഇത്തരം കാര്യങ്ങളെ തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രയാഗ്രാജ് കുംഭമേളയിൽ മുഗൾ ഭരണാധികാരികളും ബ്രിട്ടീഷ് ഭരണാധികാരികളും അന്ന് 3 രൂപ ടാക്സ് നിശ്ചയിച്ചുകൊണ്ട് ഇതിനെ നിർത്തലാക്കാൻ നോക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ ത്രിവേണി കുംഭ് നടന്നിരുന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയ മഹാമണ്ഡലേശ്വരെയും ആ 3000-ഓളം വരുന്ന സന്യാസികളെയും കൊന്നുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത് സിക്കന്ദർ ലോധി. കേരളത്തിലാണെങ്കിൽ തന്നെ ഇത് നടന്നിരുന്നത് 270 വർഷം മുമ്പ് ബ്രിട്ടീഷ് ഭരണാധികാരികൾ നിർത്തലാക്കിയിട്ടുള്ള സംഗമമാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു തുടർച്ച പോലെ ആണ് ഇപ്പോൾ കളക്ടറുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അത് കളക്ടറുടേതായിട്ടുള്ള സ്വന്തം നിലയ്ക്കെടുത്ത തീരുമാനമാണോ അല്ലെങ്കിൽ അത് സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇന്ന് ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായി. എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും അത് ഹിന്ദുധർമ്മത്തിൻ്റെ ആചാരപരമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള പരമ്പരകളുടെ ഒരു ധർമ്മമാണ് മാഘം ചെയ്യുക എന്നുള്ളത്. ആ മാഘം അവിടെ ഭംഗിയായി തന്നെ നടക്കും. അതിൻ്റെ കാര്യക്രമങ്ങൾ നിശ്ചയിച്ച പോലെ തന്നെ നടക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘാടക സമിതിയുടെ തീരുമാനം. ഇവിടെ അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രയാഗ്രാജ് കുംഭമേളയുടെ പശ്ചാത്തലത്തിൽ ഒരു വലിയ തിരക്ക് അവിടെ ഉണ്ടായേക്കാം എന്നുള്ളത് ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ. അത് ശരിക്കും സർക്കാരിൻ്റെയൊക്കെ കൂടി ഒരു സഹകരണത്തോടു കൂടിയും മേൽനോട്ടത്തോടും കൂടിയൊക്കെയാണ് നടക്കേണ്ടത്. പക്ഷെ അതൊക്കെ സംഘാടക സമിതി സ്വന്തം നിലയ്ക്ക് തന്നെ ചെയ്യുക എന്നുള്ള നിലയിലാണ് നമ്മളവിടെ ഇത്തരത്തിലുള്ള വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നത്. ആ തിരക്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വിശാലമായിട്ടുള്ള മണപ്പുറം, ഏകദേശം ഒരു 50 ഏക്കർ അധികമുള്ള മണപ്പുറമാണ് ഈ നദിയുടെ അവിടെ ഭാഗമായിട്ടുള്ളത്. അപ്പോൾ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ തിരക്കിനെ മുഴുവൻ നിയന്ത്രിക്കാം, ഭംഗിയായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആ സംവിധാനത്തെ തടഞ്ഞുകൊണ്ട്, ആ ക്രൗഡ് മാനേജിന് വേണ്ടിയിട്ടുള്ള സംവിധാനത്തെ തടഞ്ഞുകൊണ്ട് അവിടെ തിരക്കുകൊണ്ട് ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ മറ്റുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് കൂടിയാണോ കളക്ടർ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നുള്ളതും നമുക്ക് സംശയമുണ്ട്. ഏകദേശം പാലത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഒരു 70-80% പൂർത്തിയായിരുന്നു. പന്തലിൻ്റെ അല്ല, പന്തൽ അവിടെ യജ്ഞശാലയാണ്. അതിപ്പോൾ 2-3 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നതല്ല. അവിടെ പ്രധാനമായിട്ട് ആ മണപ്പുറം വൃത്തിയാക്കുക എന്നുള്ളതാണ്. കാരണം അത് അവിടെ കാട്